എല്ലാവർക്കും നമസ്കാരം. എൽസാസ് കിസിനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ കേക്കുമായിട്ടാണ്. ഇന്ന് ഞങ്ങളുടെ അച്ചാച്ചൻ്റെ 70th ബർത്ത്ഡേ ആണ്. നാട്ടിലില്ലാത്തത് കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴോർത്തു ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കാമെന്ന്. ഞാൻ ബേസായിട്ട് എടുത്തിരിക്കുന്നത് വാനില സ്പോഞ്ച് കേക്കാണ്. ഡിസൈനും ഫ്രോസ്റ്റിങ്ങും ഒക്കെ ചെയ്തിരിക്കുന്നത് ബട്ടർ ക്രീം യൂസ് ചെയ്തിട്ടാണ്. ഫില്ലിംഗ് ആയിട്ട് ഞാനൊരു അടിപൊളി പേസ്ട്രി ക്രീം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായി കേക്ക് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ? ആദ്യം നമുക്ക് പേസ്ട്രി ക്രീം റെഡിയാക്കി വെക്കാം. അതിന് വേണ്ട സാധനങ്ങൾ നോക്കാം. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എഗ് യോക്കാണ്. ഞാൻ 3 മുട്ടയുടെ മഞ്ഞക്കരു സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/4 കപ്പ് പഞ്ചസാര, 1 കപ്പ് പാല്, പിന്നെ ഫ്ലേവറിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാൻ. ഞാൻ വാനില എസൻസ് 1 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. ഈ സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പ്. ഇനി ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് മുട്ടയുടെ മഞ്ഞയും പഞ്ചസാരയും വാനില എസൻസും ഉപ്പും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. വിസ്കോ ഫോർക്കോ ആണെങ്കിലും മതി. നല്ല ഫ്ലഫി ആയിട്ട് ചെറിയ കളർ ചേഞ്ച് വരുന്നിടം വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു പെയിൽ യെല്ലോ കളർ ആകുന്നിടം വരെ ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പേസ്ട്രി ക്രീം ഒന്ന് തിക്കാകാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത്. അതും കൂടെ ചേർത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനൊരു കടായിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മിക്സ്ചർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. കുറച്ച് തിക്കായി വരുമ്പം തന്നെ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അത്യാവശ്യം തിക്കായി നല്ല സ്മൂത്തായി വരുമ്പോഴേക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മുടെ പേസ്ട്രി ക്രീം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്കൊക്കെ മാറി നിൽക്കും. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ പേസ്ട്രി ക്രീം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇത് കുറച്ച് നേരം തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഫ്രോസ്റ്റിങ്ങിനായിട്ടുള്ള ബട്ടർ ക്രീം ഉണ്ടാക്കാം. ബേസിക് ആയിട്ടുള്ള ബട്ടർ ക്രീമിന് 2 ഇൻഗ്രീഡിയൻസ് മതി: ബട്ടറും പൗഡർഡ് ഷുഗറും. ബട്ടർ എടുക്കുന്നതിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ പഞ്ചസാര നമുക്ക് വേണം. ഞാനിപ്പോൾ 200 ഗ്രാം ബട്ടറും ഒരു 400 ഗ്രാമിൽ താഴെ പഞ്ചസാരയുമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാം. ഞാനിപ്പോൾ വാനില സ്പോഞ്ച് കേക്ക് എടുത്തിരിക്കുന്നത് കൊണ്ട് ഇതിലേക്കും വാനില എസൻസ് തന്നെയാണ് ചേർക്കുന്നത്. രണ്ടും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബട്ടർ സോൾട്ടഡോ അൺസോൾട്ടഡോ എടുക്കാം. സോൾട്ടഡ് ആണെങ്കിൽ എക്സ്ട്രാ ഉപ്പ് ചേർക്കണ്ട. അൺസോൾട്ടഡ് ആണെങ്കിൽ ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പൗഡർഡ് ഷുഗർ എടുക്കുന്നത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഒട്ടും കട്ടകൾ ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ നമുക്ക് ബീറ്ററോ വിസ്കോ യൂസ് ചെയ്യാം. ബീറ്റർ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് എളുപ്പത്തിൽ കിട്ടും. ഇനി നമുക്ക് ബട്ടർ ഒന്ന് സോഫ്റ്റായി വരുന്നിടം വരെ ലോ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് മതിയാവും ലോ സ്പീഡിലിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരുന്ന പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ അറ്റ് എ ടൈം ചേർത്താൽ മതി. എന്നിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ബീറ്റ് ചെയ്യാൻ. ഇല്ലെങ്കിൽ അത് ഒത്തിരി അങ്ങ് സ്പ്രെഡായിപ്പോകും. ഓരോ തവണ പഞ്ചസാര ആഡ് ചെയ്തിട്ട് ലോ ടു ഹൈ സ്പീഡിൽ 1 മിനിറ്റ് നേരത്തേക്കിനെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. മുഴുവൻ പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബട്ടർ ക്രീം കണ്ടോ, നല്ല സ്മൂത്തായിട്ട് സിൽക്കി ആയിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് തിക്കായി വരുന്നിടം വരെ മാത്രം ബീറ്റ് ചെയ്താൽ മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്താൽ നമുക്ക് ഡിസൈൻ ഒന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ഷുഗർ സിറപ്പ് റെഡിയാക്കണം. നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കേക്ക് കുറച്ച് വെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കേക്ക് ഓൾറെഡി നല്ല മോയിസ്റ്റാണ്. എന്നാലും കുറച്ചും കൂടെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാലോ വെള്ളമോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളയ്ക്കുന്നിടം വരെ കുക്ക് ചെയ്താൽ മതിയാവും. ഒരു നുള്ള് ഉപ്പ് കൂടി ചേർക്കുവാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഷുഗർ സിറപ്പും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാൻ അതിനായിട്ട് ഒരു ടേൺ ടേബിളും ഒരു കേക്കിൻ്റെ ബേസും എടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതൊന്നും വേണമെന്നില്ല. ടേൺ ടേബിളിന് പകരമായിട്ട് നമുക്കൊരു സ്റ്റീൽ ബൗളോ വല്ലതും വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ബേസിൻ്റെ പകരമായിട്ട് നമ്മളിപ്പോൾ ഒരു കാർഡ്ബോർഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ടും യൂസ് ചെയ്യാം.
അപ്പോൾ കേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാൻ ഞാൻ ബേസ് ആയിട്ട് എടുക്കുന്നത് വനില സ്പോഞ്ച് കേക്കാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം, കണ്ടു നോക്കണം. നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബേസിലേക്ക് കുറച്ച് ബട്ടർ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കേക്കിൻ്റെ ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. തിക്കായിട്ടുള്ള കേക്കാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് പല ലെയേഴ്സ് ആക്കാം. ഞാനിപ്പോൾ ഓൾറെഡി തിന്നായിട്ടുള്ള കേക്കായിട്ടാണ് ബേക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഷുഗറിൻ്റെ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു ബ്രഷ് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ചെയ്യരുത്, കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ബട്ടർ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. നമുക്ക് വീട്ടിൽ പൈപ്പിംഗ് ബാഗ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു പൈപ്പിംഗ് ബാഗാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ക്രീം എടുക്കാം. ഒരു സ്പാച്ചുല വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നമുക്കിത് കവറിലേക്ക് ആക്കാം. പൈപ്പിംഗ് ബാഗിൻ്റെ പകുതിയിൽ താഴെ മാത്രം എടുത്താൽ മതിയാവും. ഞാൻ ഫില്ലിംഗ് ആയിട്ട് പേസ്ട്രി ക്രീം എടുക്കുന്നത് കൊണ്ട് ലെയേഴ്സിൻ്റെ ഇടയിൽ ബട്ടർ ക്രീം വെച്ചിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നില്ല. കൂടുതലായിട്ട് അങ്ങ് സ്വീറ്റ് ആയി പോകും, അതുകൊണ്ടാണ്. ഇനി പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് ഒരു കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കേക്കിന് ചുറ്റും ഒരു ബോർഡർ പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ വെക്കുന്ന ഫില്ലിങ് മേളിൽ ലെയേഴ്സ് വരുമ്പം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിനുള്ളിലുള്ള സ്പേസിലേക്ക് നമുക്ക് പേസ്ട്രി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്ക് സെക്കൻഡ് ലെയറും കൂടെ വെക്കാം. ഫസ്റ്റ് ലെയറിൽ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യുക, ബൗണ്ടറി ചെയ്യുക, അതിനുള്ളിലേക്ക് പേസ്ട്രി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് ലെയർ റെഡിയായി കഴിയുമ്പോൾ മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ 3 ലെയറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ക്രീം വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. കേക്കിൻ്റെ ഹൈറ്റിലായിട്ട് നമ്മൾ ലീവ്സാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ബട്ടർ ക്രീമിലേക്ക് നമുക്ക് ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ജെല്ലായിട്ടുള്ള ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, പെട്ടെന്ന് മിക്സ് ആവും, നല്ല കളറും കിട്ടും. ഒരു ഡ്രോപ്പ് കളർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ബട്ടർ ക്രീം എടുത്ത അതേ പൈപ്പിംഗ് ബാഗിൽ തന്നെ നമുക്ക് ഈ ഗ്രീൻ ആയിട്ടുള്ള ബട്ടർ ക്രീമും എടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വൈറ്റ് വന്നാലും കുഴപ്പമില്ല. നമ്മൾ അതിൻ്റെ പുറത്തേക്ക് ലീഫിൻ്റെ ഡിസൈൻ പിന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടാണ് ഇത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത് വേണമെന്നില്ല, ഒരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനും ഞാനിപ്പോൾ ഒരു ഐസിങ് സ്ക്രാപ്പറാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ ATM കാർഡില്ലേ, ഞാൻ നേരത്തെ അത് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ATM കാർഡ് ഒന്ന് നന്നായിട്ട് കവർ ചെയ്തിട്ട് അത് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇതിന് ഒത്തിരി ഫിനിഷിങ് വേണമെന്നില്ല, കാരണം നമ്മൾ ലീഫും അതിൻ്റെ ഡിസൈൻസൊക്കെ മുകളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഐസിങ് ചെയ്യുന്നത്. ഈ ഫ്രോസ്റ്റിങ് ചെയ്യുമ്പോൾ കുറച്ച് പേഷ്യൻസ് വേണം, കുറച്ച് ജെൻറ്റിലായിട്ട് സമാധാനത്തോടെ വേണം ഇത് ചെയ്യാൻ, എന്നാലേ കറക്റ്റായിട്ട് വരത്തുള്ളൂ. നമ്മളിത് കറക്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൂൾ എന്താണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫ്ലവേഴ്സ് എടുത്തിരിക്കുന്ന ഡാർക്ക് പിങ്ക് കളറിലാണ്. അതുകൊണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനായിട്ട് കുറച്ച് പിങ്ക് കളറ് ബട്ടർ ക്രീമിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ബട്ടർ ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് നേരത്തേക്കിന് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ലീവ്സ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പൈപ്പിംഗ് ടിപ്പാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസാണ് എടുത്തേക്കുന്നത്. നമുക്ക് വേണ്ട ലീവ്സ് കുറച്ച് വലുതായതുകൊണ്ട് മീഡിയം സൈസിലുള്ള പൈപ്പിംഗ് ടിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ലീവ്സ് ചെയ്ത് തുടങ്ങാം. ഇടയ്ക്ക് കുറച്ച് എയർ ഉണ്ടായിരുന്നതുകൊണ്ട് അത് ശരിയായില്ല, സാരില്ല. പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് തീരാറാവുമ്പം പതുക്കെ റിലീസ് ചെയ്യണം. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളൊരു ഫിനിഷ് നമുക്ക് കിട്ടും.
അപ്പോൾ നമ്മൾ ലീവ്സ് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ബട്ടർ ക്രീമിലേക്ക് കുറച്ച് പിങ്ക് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3 ഡ്രോപ്പ് പിങ്ക് കളർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഡാർക്കായിട്ടുള്ള ഫ്ലവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലവേഴ്സിനുള്ള ബട്ടർ ക്രീമും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ടുള്ള പൈപ്പിംഗ് ടിപ്പ് എടുക്കാം. ഞാൻ ഇതുപോലൊരു ഫ്ലോറൽ പൈപ്പിംഗ് ടിപ്പാണ് എടുക്കുന്നത്. നമ്മൾ കേക്കിലേക്ക് ഡയറക്റ്റ് അല്ല ഫ്ലവേഴ്സ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പീസ് ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെയ്ത് സെറ്റ് ആയതിന് ശേഷം മാത്രമേ കേക്കിലേക്ക് മാറ്റുന്നുള്ളൂ. പതുക്കെ പ്രസ് ചെയ്ത് ഫ്ലവറിന് വേണ്ട ചെറിയൊരു ഹൈറ്റ് എത്തുമ്പം പതുക്കെ റിലീസ് ചെയ്യണം. അപ്പം നമ്മുടെ ഫസ്റ്റ് ഫ്ലവർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് കുറേ ഫ്ലവേഴ്സ് ചെയ്തെടുക്കണം. എപ്പോഴും കറക്റ്റായിട്ട് ഫ്ലവേഴ്സ് വരണം എന്നില്ല. നമ്മൾ പ്രസ് ചെയ്യുന്നതിൻ്റെ പ്രഷറും അതുപോലെ കയ്യിൽ ചൂട് കൊണ്ടിട്ട് ചിലപ്പോൾ ഇത് കുറച്ച് ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കറക്റ്റായിട്ട് വരണം എന്നില്ല. കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ആവണം. കുറച്ച് ലൂസ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് ചെയ്താൽ കറക്റ്റായിട്ട് വരും. ഒരു 10-30 എണ്ണമൊക്കെ നമ്മളിതുപോലെ ചെയ്ത് വെക്കണം. ഇടയ്ക്ക് ചിലതൊക്കെ ഫ്ലോപ്പായി പോവും. അതൊക്കെ വീണ്ടും നമുക്ക് ചെയ്തെടുക്കാം. ഞാനിത് ചെയ്തിട്ട് ഫ്രീസറിൽ ഒരു 10-15 മിനിറ്റ് വെക്കും. അപ്പോൾ ഇത് പേപ്പറിൽ നിന്ന് കറക്റ്റായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ എടുത്ത് കേക്കിലേക്ക് വെക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെക്കുന്നത്. ക്രീം ഒരിക്കലും ഫ്രീസറിൽ വെക്കാൻ പാടില്ല. ഫ്ലവേഴ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഫ്രീസറിൽ വെക്കാം. കേക്ക് ഞാനൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് സെറ്റ് ആവാനായിട്ട്. നമ്മുടെ ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഈ കേക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് മാറ്റാം. എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ കേക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് മാറ്റാം. ഫ്ലവേഴ്സ് മൊത്തം ഞാൻ കേക്കിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ലീവ്സും കൂടെ ചെയ്ത് കൊടുത്താൽ കേക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിൽ ലെറ്റേഴ്സൊക്കെ ചെയ്തിരിക്കുന്നത് മാഷ്മെല്ലോ വെച്ചിട്ടാണ്. അത് ഞാൻ വേറൊരു റെസിപ്പിയിൽ കാണിച്ചു തരാം. വീഡിയോ കോൾ വഴി കേക്ക് അച്ചാച്ചനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഒന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കേക്കും വീഡിയോയും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്